അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇരട്ട നേട്ടവുമായി മലയാള ചിത്രം തടവ്. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് രാജ്യാന്തര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരവും പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള അവാർഡുമാണ് കരസ്ഥമാക്കിയത്. കോളേജ് കാലത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഹ്രസ്വചിത്രങ്ങളിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നുവന്ന ഫാസിൽ റസാഖ് തടവിലൂടെ ചലച്ചിത്രമേളയിൽ രാജ്യാന്തര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി. കൂടാതെ ചലച്ചിത്രമേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ സിനിമയ്ക്കുള്ള പുരസ്കാരവും തടവിനാണ്. വളരെ സന്തോഷം. നമ്മുടെ ആദ്യ സിനിമയ്ക്ക് തന്നെ ഇങ്ങനെ അവാർഡ് കിട്ടിയാൽ വളരെ ഹാപ്പിയാണ്. പരിചയക്കാരാണ് എൻ്റെ കാസ്റ്റിലും ക്രൂവിലുള്ള ആൾക്കാർ. ക്രൂ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്ത് പഠിച്ച ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം കുറേ കാലങ്ങളായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമിലുള്ള ആക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് വന്നപ്പോൾ അത് നമ്മുടെ ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സിനിമ ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയി. അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി. നാടക കലാകാരിയായ ബീന ആർ ചന്ദ്രനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പി സുബ്രഹ്മണ്യൻ, അനിത, ഇഷാഖ് മുസാഫിർ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ. സപ്പോർട്ട് നമുക്ക് ഏത് അളവിൽ പിടിക്കണം, നമുക്ക് ഓരോ ഇമോഷനും എന്നുള്ള കറക്റ്റ് ഒരു ധാരണ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെ, കാരണം ഈ സിനിമ പോകുന്നത് ഈ കഥാപാത്രത്തിലൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെ പ്രേക്ഷകരെ സ്വീകരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും നല്ല പ്രതികരണമായിരുന്നു. ഒരുപാട് സന്തോഷം. വരും വർഷങ്ങളിലും ഒരുപിടി നല്ല ചിത്രങ്ങളുമായി ചലച്ചിത്രമേളയ്ക്കെത്തണമെന്നതാണ് ഫാസിൽ റസാഖിന്റെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.